പ്രതീക്ഷ അത് വളരെ ഡേഞ്ചറാണ്. അത് ഞാൻ മനസ്സിലാക്കിയതാണ്. കാരണം മുമ്പേ മനസ്സിലാക്കേണ്ടതായിരുന്നു, പക്ഷേ മനസ്സിലായില്ല. കാരണം നമ്മൾ ഓരോന്നും ഓരോ ഗ്ലിംസ് ആയിക്കോട്ടെ, ട്രെയിലർ ആയിക്കോട്ടെ, ട്രീസർ ആയിക്കോട്ടെ, പാട്ടായിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, നമ്മൾ മലയാളികളാണ്, ഉറപ്പായിട്ടും ഹൈപ്പുകളൊക്കെ ആയിട്ട്. സോ ഞാൻ എന്തായാലും ഇപ്പം ഞാൻ ആരാധിക്കുന്ന 2 വ്യക്തികളുടെ പടമായാലും ശരി, ഏത് പടമായാലും ശരി, ഇനി ഹൈപ്പും ഇല്ല, പ്രതീക്ഷയും വെക്കുന്നില്ല, ഒന്നുമില്ല. ട്രെയിലറായിരുന്നു, കൊള്ളാലോ, കഴിഞ്ഞു. ഹൈപ്പൊന്നുമില്ല, ഒരു പ്രതീക്ഷയും വെക്കുന്നില്ല. പോസ്റ്റർ എന്തും ആയിക്കോട്ടെ, ഒരു പ്രതീക്ഷയും അതിന് വെക്കാനുള്ള മതിയായി. കാരണം എമ്പുരാൻ തന്നെയാണ്. എമ്പുരാൻ L2V സിനിമ ഒരു ആവറേജ് അനുഭവമായിട്ടാണ് എനിക്ക് തോന്നിയത്. എൻ്റെ മാത്രം അഭിപ്രായമാണ്. അതിൻ്റെ ഡയറക്ഷൻ സുദ്ധാ സുരേവിൻ്റെ, സിനിമാറ്റോഗ്രാഫി ദീപക് ദേവ്, മ്യൂസിക് ഈ ദീപക് ദേവിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒരു പഞ്ച് കിട്ടുന്നില്ല, അതാണ് സത്യം. എന്നാലും കുഴപ്പമില്ല. ഭയങ്കര ലെങ്തി ആയിട്ട് തോന്നി, ഉള്ളത് പറയാമല്ലോ, ഭയങ്കര ലെങ്തി ആയിട്ട് തോന്നി. അതാണ് എനിക്ക് ഇത്തിരി മുഷിവായിട്ട് തോന്നി, ഒന്ന് കുറയ്ക്കാമായിരുന്നു. പിന്നെ ലാലേട്ടൻ ആസ് യൂഷ്വൽ പുള്ളി നൈസായിരുന്നു, രാജുവേട്ടൻ നൈസായിരുന്നു, പക്ഷെ എന്നിരുന്നാൽ പോലെ ഒരു പഞ്ചില്ലായിരുന്നു. അതാണ് ഏറ്റവും വലിയൊരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയത്. അതാണ് ഒരു ആവറേജിൽ ഒതുങ്ങിപ്പോയത്. തിയേറ്റർ എക്സ്പീരിയൻസിനൊക്കെ ഉള്ളതുകൊണ്ട്, പക്ഷേ എനിക്ക് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്കൊരു ആവറേജ് അനുഭവമായിട്ടാണ് എനിക്കൊരു സിനിമ കണ്ടപ്പോൾ തോന്നിയത്. ഇതെൻ്റെ മാത്രം അഭിപ്രായമാണ്. ഞാൻ ഇത് മനഃപൂർവ്വം ഒരു സിനിമ നശിപ്പിക്കാൻ വേണ്ടി പറയുന്നതല്ല, ഞാൻ കാശ് മുടക്കി കണ്ട് പറയുന്ന ഒരു ഒപ്പീനിയനാണ്. നിങ്ങൾക്കും ഒപ്പീനിയൻസൊക്കെ കാണും. അപ്പോൾ സിനിമ കാണുക, നിങ്ങളെ കാണാതിരിക്കരുത്, പോയി കാണുക. ഇത്രയും ഭയങ്കര വലിയൊരു സിനിമ, വലിയൊരു സ്കെയിലെടുത്തൊരു സിനിമയാണ്. അപ്പോൾ നിങ്ങൾ തിയേറ്ററിൽ പോയി കാണുക എന്നാണ് എനിക്ക് പറയാനുള്ളത്.